ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടിയതിൽ ആളുകളെ കൂടുതൽ പാടിപ്പിക്കുന്നതും ഇതാണ് ഈ പാട്ടാണ് എപ്പോഴും പാടിക്കുന്നത്. പിന്നെ ഈ തെന്നലും തിങ്കളും പാടാവോ? ഈ തെന്നലും തിങ്കളും പൂക്കളും നീയും നീരാവും എന്നുമെൻ കൂടെയുണ്ടെങ്കിൽ ഈ പൂങ്കുയിൽ പാട്ടിലെ ഈണവും നീയും നീ നോവും എന്നുമെൻ കൂട്ടിനുണ്ടെങ്കിൽ. ഈ പാടുമ്പോൾ തന്നെ ഇമോഷണൽ ആയിട്ടോ പാടുക. ശരിക്കും പറഞ്ഞാൽ ഈ സിംഗേഴ്സിന് ഫീലോട് കൂടി അത് പാടുക എന്ന് പറയുന്നത് അതിപ്പം ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഈ ഫീലാണ് ഈ രീതിയിൽ വേണം പാടണം എന്നായിരിക്കുമല്ലോ പറയാം. അപ്പൊ നിങ്ങൾ ഫീൽ ചെയ്തോട് പാടുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഈ ഫീലോട് കൂടെ പാടുന്ന ഒരാൾക്ക് സിനിമയിൽ ഇവർക്ക് അഭിനയിച്ചുകൂടെ? അതിനുള്ളൊരു ടാലന്റും കൂടി. അങ്ങനെ ഒരു അവസരം. കവിതകൾ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ ഞാൻ. അപ്പൊ നമ്മള് പാടുമ്പോൾ ഇപ്പൊ ജാനിയമ്മയുടെ പാട്ട് ഞാൻ പാടി ഹിറ്റാക്കാൻ കാരണം അതിന്റെ കവിതകളുണ്ടല്ലോ, അതിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ കവിതകളിൽ സഞ്ചരിക്കാൻ നോക്കി. ഇപ്പം കളിയാക്കി എന്നെ കളിയാക്കി എൻ്റെ കളിത്തോഴിമാരെന്നെ കളിയാക്കി, മനസ്സിലായോ? അപ്പം നമ്മൾ കളിയാക്കണം ശരിക്കും, മനസ്സിലായോ? അതാണ് അതിൻ്റെ ഫീല്. അതുപോലെ ശോകാനം പാടുമ്പോൾ വില്ലുമംഗലം കണ്ടു വൃന്ദാവനരാഗം കണ്ടു, മനസ്സിലായോ? ഗുരുവായൂരപ്പ ഭഗവാനേ, ആ വിളിയൊക്കെ ഉണ്ടല്ലോ, മനസ്സിലായോ? അത് ഫീൽ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും കരയുക. നമ്മൾ കരഞ്ഞുകൊണ്ടാണ് പാടുന്നെങ്കിൽ നമ്മൾ ആ കരച്ചിൽ പാട്ട് കരച്ചിലാണെങ്കിൽ അത് ഹിറ്റാവും, അത് ജനമെടുക്കും. അതാണ് അതിൻ്റെ അത്. കാരണം വെച്ചാൽ അതിൻ്റെ കവിതകളിൽ സഞ്ചരിക്കുക നമ്മൾ. അതുപോലെ ഞാനും ഗസ്റ്റും കൂടെ പാടി അമ്മ കന്യ മണി തൻ്റെ ോർത്ത് കന്നിമേരി നിന്റെ ദുഃഖം സഹിച്ചോ പുത്ര. ഈ പാട്ട് നമ്മൾ ഇമോഷനാവും. അത് കരയാണ്. അത് ശരിക്കും മാതാവ് കരയുന്ന പോലെയാണ് ഞാൻ അന്ന് അവിടെ നിന്നച്ചത് ശരിക്കും. എന്ന് വെച്ചാൽ ഈ മാതാവിനെ നമ്മൾ ഉൾക്കൊള്ളിയാണ്. ഒരു മകൻ്റെ അമ്മയുടെ മടിയിൽ മകൻ കിടക്കുന്നതായിട്ടും, ഒരു മകൻ ഒന്ന് ആലോചിച്ച് നോക്കും, വളർത്തി ഇത്രയും വലുതാക്കിയ മകൻ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച് കൺമുന്നിൽ പിടഞ്ഞ് മരിച്ചിട്ട് അമ്മയുടെ മടിയിൽ കിടത്തിയൊക്കെയാണ് ഒരു ബോഡി. മനസ്സിലായോ? ഒരു അമ്മ എന്താണ് അനുഭവിക്കുന്നത്, അമ്മ എന്താ അനുഭവിക്കുന്നത്, അത് നമ്മൾ ശരിക്കും നമ്മൾ അനുഭവിക്കണം ആ പാട്ട് പാടുമ്പോൾ. അത് ഭയങ്കര ഹിറ്റായിരുന്നു. എവിടെയും അത് വെച്ചേക്കണം കൊണ്ട് ഞാൻ എവിടെ മരണ വീട്ടിൽ ചെന്നാലും ഈ പാട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ കരഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗസ്റ്റും കരഞ്ഞാ പാടിയത്, ഞാനും കരഞ്ഞാ പാടിയത്. കാരണം ആ ഫീലിൽ സഞ്ചരിക്കുക നമ്മൾ. കാരണം അതിൻ്റെ വരികൾ എൻ്റെ പൊന്നെ ഒരു സായിപ്പ എഴുതി വെച്ചതല്ലോ. അത് എഴുത്ത് കാണണം, എന്താ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ സങ്കടപ്പെട്ട് നമ്മൾ പെടഞ്ഞുണ്ടല്ലോ ഈ പാട്ട്. ഓരോ വരികൾ പാടുമ്പോഴും പിടയുകയാണ്, നമ്മുടെ ഹൃദയം കിടന്നിങ്ങനെ പിടയുകയാണ്. അതുപോലെ നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ്, അതൊക്കെ ഭയങ്കര നമ്മൾ വിഷമിച്ച് പാടിയതൊക്കെ. എന്നരികിലേക്കു വന്ന, അതൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ആ പാട്ട് കേട്ടാൽ മതി, അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ സങ്കടം എന്താണെന്നുള്ളത്. അങ്ങനെ സങ്കടത്തിൽ നമ്മൾ ആ ഫീലിലാണ് പാടുന്നതെങ്കിൽ ആ പാട്ട് ഹിറ്റാവും. ഇപ്പോൾ ചിത്രേച്ചിയൊക്കെ പാടുമ്പോൾ ചില പാട്ടുകൾ നമുക്ക് അറിയാൻ തോന്നുമല്ലോ. ചില പാട്ടുകൾ ചിത്രേച്ചി സുഹാചേച്ചി ഇപ്പോൾ പുതിയ തലമുറയും ഉണ്ട്, പുതിയ തലമുറ ഭയങ്കര ഫീലിൽ പാടുന്ന കുട്ടികൾ വരെയുണ്ട്. കുഞ്ഞു കുട്ടികളിൽ നിന്ന് പാടുന്ന കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ തോന്നും. മനസ്സിലായി? ഇവരെന്ത് മനോഹരമായിട്ടാണ് പാടുന്നത്, എന്താണ് അവർ പാടി വയ്ക്കുന്നതെന്ന് നമുക്ക് തോന്നും. അപ്പോൾ തലമുറ ഇപ്പം മാറ്റങ്ങൾ ഒരുപാടുണ്ട്. കവിതകളിൽ സഞ്ചരിക്കണം പാടുമ്പോൾ. മ്യൂസിക്ക് മാത്രമല്ല, കവിതകളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ സാധനം ജനമെടുക്കും.